أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أتأمرون الناس بالبر وتنسون أنفسكم وأنتم تتلون الكتاب أفلا تعقلون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട്, അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടുമായി ഒന്നാമതായി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നന്മ കൽപ്പിക്കുക, തിന്മ തടയുക, നീതിക്ക് വേണ്ടി ശബ്ദിക്കുക എന്നീ കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ഖുതുബയിൽ നാം വിശദീകരിച്ചത്. ഈ നന്മ കൽപ്പിക്കലും തിന്മ തടയലും ഒരു പ്രഭാഷകന്റെയോ ഒരു ലേഖകന്റെയോ മാത്രം ചുമതലയല്ല. മാതാപിതാക്കൾ അവരുടെ വീടുകളിൽ മക്കളോടും, അധ്യാപകർ മദ്രസകളിലും സ്കൂളുകളിലും വിദ്യാർത്ഥികളോടും, സഹോദരീ സഹോദരന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, സുഹൃത്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യേണ്ടുന്നവരാണ്. അതല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. നമ്മളൊക്കെ അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, സത്യവിശ്വാസികളെ കുറിച്ച് ഏതായാലും പറഞ്ഞത് എന്നാണ്. സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്നവരാണവർ. സത്യം കൊണ്ട്, നന്മ കൊണ്ട്, നീതി കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കുന്നവരാണ് യഥാർത്ഥ സത്യവിശ്വാസികളെന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ വിശദീകരിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, സഹോദരിമാരെ, പക്ഷേ സ്വജീവിതത്തിൽ മാതൃകയായി കൊണ്ടാവണം നന്മ കൽപ്പിക്കുക, തിന്മ തടയുക എന്ന ദൗത്യം നിർവഹിക്കേണ്ടത്. അതിനെയാണ് ഇസ്ലാമിൽ കർമ്മസാക്ഷ്യം എന്ന് പറയുന്നത്. ജീവിതം കൊണ്ട് സാക്ഷിയായി വാക്കും പ്രവൃത്തിയും ഒന്നായി നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക. ഇതാണ് ഇസ്ലാമിക ഉമ്മത്തിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ജീവിതം കൊണ്ട് മാതൃകയാവാത്തവരെ നിരവധി വചനങ്ങളിൽ അല്ലാഹു ചോദ്യം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത്തരത്തിലുള്ള ഒരു വചനമാണ് സൂറത്തുൽ ബഖറ 44-ാം വചനം. അതാണ് ഞാൻ പ്രാരംഭത്തിൽ ഓതി വെച്ചത്. അല്ലാഹു ചോദിക്കുകയാണ്, അതഅ്മുറൂനന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ് അഫലാ തഅഖിലൂൻ. അതഅ്മുറൂനന്നാസ ബിൽ ബിർരി, നിങ്ങൾ ജനങ്ങളോട് നന്മ ചെയ്യാൻ കൽപ്പിക്കുകയാണോ? അതേ അവസരം തന്നെ വതൻസൗന അൻഫുസകും, നിങ്ങൾ നിങ്ങളെ വിസ്മരിച്ചു പോവുകയും ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളെ മറന്നു പോവുകയും ചെയ്യുന്നു. വഅൻതും തത്ലൂനൽ കിതാബ്, നിങ്ങൾ വേദം പാരായണം ചെയ്യുന്നവരാണ്. വേദം പാരായണം ചെയ്യുന്ന നിങ്ങൾ നിങ്ങളെ തന്നെ മറന്നുകൊണ്ട് ജനങ്ങളോട് മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ജനങ്ങളോട് നന്മ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണോ? കൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണോ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ? നിങ്ങൾ സ്വന്തത്തെ വിസ്മരിച്ചുകൊണ്ടാണോ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. ഈ വചനത്തിന്റെ അവതരണ പശ്ചാത്തലം എന്ന നിലയിൽ ഖുർആൻ വ്യാഖ്യാതാവായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. നസലത് ഫീ യഹൂദി അഹ്ലിൽ മദീന, മദീനയിലെ ജൂതന്മാരെ പറ്റി, അവരിൽ ചിലരെ പറ്റി ഇറങ്ങിയ വചനമാണിത്. കാന റജുലു മിൻഹും യഖൂമു ലിസ്വഹ്രിഹി വലദവി ഖറാബതി, അവരിൽപ്പെട്ട ഒരാൾ അയാളുടെ വൈവാഹിക ബന്ധുക്കളോടും അയാളുടെ കുടുംബ ബന്ധുക്കളോടും ഇങ്ങനെ പറയും. എന്തു പറയും? ഉസ്ബുത് അലദ്ദീനില്ലദീ അൻത അലൈഹി, അവരിൽ വിശ്വാസം സ്വീകരിച്ച ആളുകളോട്, ഇസ്ലാം വിശ്വാസം സ്വീകരിച്ച ആളുകളോട് അദ്ദേഹം പറയും, നിങ്ങൾ നിങ്ങളുടെ ദീനിൽ തന്നെ ഇങ്ങനെ ഉറച്ചു നിൽക്കുക. അദ്ദേഹമാണെങ്കിൽ ജൂതമത വിശ്വാസിയായിട്ട് തുടരുകയാണ്. അദ്ദേഹം പറയും, നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം. വമാ യഅ്മുറുക ബിഹി ഹാദർ റജുൽ യഅനൂന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് കൽപ്പിക്കുന്നതനുസരിച്ച് നിങ്ങൾ ഉറച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, നിങ്ങൾ അണുവളവ് വ്യതിചലിക്കാതെ മുന്നോട്ട് പോവുക എന്ന് ജൂതന്മാരിൽപ്പെട്ട ആ മനുഷ്യൻ പറയുമായിരുന്നു. ഫഇന്ന അംറഹു ഹഖ്ഖുൻ, എന്നിട്ട് അദ്ദേഹം പറയും, നിശ്ചയം മുഹമ്മദ് പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ്. വകാനൂ യഅ്മുറൂന അന്നാസ ബിദാലിക വലാ യഫ്അലൂന, ഈ മനുഷ്യൻ ഇദ്ദേഹത്തെ പോലെ ഏതാനും ചിലരും ജനങ്ങളോട് ഇങ്ങനെ കൽപ്പിക്കും, പക്ഷേ അത് അവർ ഉൾക്കൊള്ളില്ല.
അവര് കൽപ്പിക്കുന്ന കാര്യങ്ങൾ അവരുൾക്കൊള്ളില്ല. ഇങ്ങനെയുള്ള ചിലർ ജൂതന്മാരിൽ ഉണ്ടായിരുന്നു. അവരെ മുൻനിർത്തിക്കൊണ്ടാണ് അല്ലാഹു തആല ഈ വചനം ഇറക്കിയത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. എന്താണ് വചനം? അല്ലാഹു ഈ ഘട്ടത്തിൽ പറയാണ്, ഇതുപോലെ ആളുകൾ, ജൂതന്മാരിൽപ്പെട്ട ഈ ഒറ്റപ്പെട്ട ചില ആളുകൾ ഇതുപോലെ പറയാൻ തുടങ്ങിയപ്പോ അവര് സത്യവിശ്വാസം ഉൾക്കൊള്ളുന്നില്ല, അവര് പ്രവാചകന്റെ അനുയായികളായിട്ട് മാറുന്നില്ല. പക്ഷേ അവരെങ്ങനെ ജനങ്ങളോട് ഇങ്ങനെ കൽപ്പിക്കുകയാണ്, മുഹമ്മദിന്റെ ദീൻ നല്ലതാണ്, അത് സത്യമാണ് എന്ന് ജനങ്ങളോട് കൽപ്പിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് അല്ലാഹുവിന്റെ വചനങ്ങൾ ഇറങ്ങുന്നത്. ജനങ്ങളോട് നിങ്ങൾ പുണ്യം ചെയ്യാൻ കൽപ്പിക്കുകയാണോ? അതേ അവസരം തന്നെ നിങ്ങൾ നിങ്ങളെ വിസ്മരിച്ചു പോവുകയുമാണോ? നിങ്ങൾ വേദം പാരായണം ചെയ്യുന്നു, തൗറാത്ത് പാരായണം ചെയ്യുന്നു. ആ തൗറാത്തിൽ, ആ പഴയ നിയമത്തിൽ ഈ പ്രവാചകനെ സംബന്ധിച്ചുള്ള സുവിശേഷമുണ്ട്. ആ സുവിശേഷം ബോധ്യമായത് കൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട് മുഹമ്മദിനെ ഉൾക്കൊള്ളാൻ പറയുന്നത്. അങ്ങനെ നിങ്ങൾ അവരോട് പറയുമ്പോഴും നിങ്ങൾ സ്വന്തത്തെ വിസ്മരിച്ചു പോവുകയാണല്ലോ. അഫലാ തഅഖിലൂൻ, എന്താണ് നിങ്ങൾ ചിന്തിക്കാത്തത് എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ വിഷയത്തിന് ഈ കാലത്ത് വലിയ പ്രസക്തിയുണ്ട്. ഏത് വിഷയത്തിന്? നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യുമ്പോ സ്വയം ഉൾക്കൊണ്ടുകൊണ്ടത് ചെയ്യുക എന്നുള്ളതിന്. കാരണം മാതൃകകൾ നഷ്ടപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, വിദ്യാർത്ഥികൾക്കെന്നല്ല സമൂഹത്തിന് തന്നെ മാതൃകയാവേണ്ടുന്നവരാണ് അധ്യാപക സമൂഹം എന്ന് പറയുന്നത്. എന്നാൽ 2-3 അധ്യാപകരിൽ നിന്ന് ലഹരി വസ്തുക്കൾ പിടികൂടിയ വാർത്തയാണെന്ന് കേരളത്തിൽ സഗൗരവം ചർച്ച ചെയ്യാവുന്നത്. നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളും നമ്മുടെ പത്രമാധ്യമങ്ങളുമെല്ലാം ഗൗരവത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ ഒന്ന് 2-3 അധ്യാപകരിൽ നിന്ന് ലഹരി വസ്തുക്കൾ പിടികൂടിയതാണ്. അതല്ലെങ്കിൽ ലഹരി വിപണനത്തിന്റെ ശൃംഖലയിൽ അവരെ പങ്കാളിയായതാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ആരാണ് അധ്യാപകർ എന്ന് പറയുന്നത്? തലമുറകൾക്ക് മാതൃകയാവാൻ സാധിക്കേണ്ടുന്നവരാണ് അധ്യാപകർ. തലമുറകൾക്ക് മാതൃകയാവാൻ സാധിക്കാത്ത അധ്യാപകരെയും രക്ഷകർത്താക്കളെയും മതപണ്ഡിതന്മാരെയും പ്രഭാഷകരെയുമെല്ലാം നിരവധി തവണ അള്ളാഹു ചോദ്യം ചെയ്യുന്നുണ്ട്. ആളുകൾക്ക് മാതൃകയാവേണ്ടുന്ന ഉത്തരവാദിത്വം അധ്യാപകർക്കും പ്രഭാഷകർക്കും മാത്രമല്ല, മതപണ്ഡിതന്മാർക്ക് ആ ഉത്തരവാദിത്തമുണ്ട്. തീർന്നില്ല സഹോദരങ്ങളെ. രക്ഷിതാക്കൾ എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും ആ ഉത്തരവാദിത്തമുണ്ട്. കുടുംബാംഗങ്ങളായ ഓരോരുത്തർക്കും ആ ഉത്തരവാദിത്തമുണ്ട്. ഉപദേശിച്ചാൽ മാത്രം പോരാ, മാതൃകയാവണം. മാതൃകയാവാത്തവരെ നിരവധി വചനങ്ങളിലൂടെയാണ് അല്ലാഹു ചോദ്യം ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു ചോദ്യം ചെയ്യൽ തന്നെയാണ് സൂറത്തു സ്വഫ് 2-ാം വചനത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്ന. അല്ലാഹു ചോദിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫഅലൂൻ കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫഅലൂൻ. സത്യവിശ്വാസികളെ, എന്തിനാണ് നിങ്ങൾ പ്രവർത്തിക്കാത്തത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ എന്തിനാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണത്. കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫഅലൂൻ. നിങ്ങൾ പ്രവർത്തിക്കാത്ത കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ അങ്ങേയറ്റം കോപമുള്ള കാര്യമാണ്. സഹോദരങ്ങളെ, ഇതിനെ വിശദീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുത്താ ബിർറജുലി യൗമൽ ഖിയാമത്തി ഫയുൽഖാ ഫിന്നാർ. ഒരു മനുഷ്യനെ അന്ത്യദിനത്തിൽ കൊണ്ടുവരും, എന്നിട്ട് ഫയുൽഖാ ഫിന്നാർ, അയാളെ നരകത്തിലിടപ്പെടുകയാണ്, അയാളെ നരകത്തിലിടുകയാണ്. ഫതന്തലിഖു അഖ്താബ ബത്നിഹി. ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് നരകത്തിലിടുന്ന സന്ദർഭത്തിൽ അയാളുടെ കുടൽമാലകൾ പുറത്തു ചാടുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത്. ഫയദൂറു ബിഹാ കമാ യദൂറുൽ ഹിമാറു ഫിർറഹാ. ആട്ടുകല്ലിന് ചുറ്റും കഴുത ചുറ്റുന്നത് പോലെ അയാൾ തന്റെ വയറിൽ നിന്ന് പുറത്തു ചാടിയ കുടൽമാലകൾക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങുന്നതാണ്. ഫയജ്തമിഉ ഇലൈഹി അഹ്ലുന്നാർ. അപ്പൊ നരകവാസികളായ ആളുകൾ അയാളുടെ അടുക്കലേക്ക് ചൊല്ലും. എന്നിട്ട് ഫയഖൂലൂൻ യാ ഫുലാൻ, അവർ ചോദിക്കും, അല്ല മനുഷ്യ, മാലക്, നിനക്ക് എന്ത് പറ്റി
പറ്റി മനുഷ്യ? അലം തകു തഅ്മുറു ബിൽ മഅറൂഫി വതൻഹാ അനിൽ മുൻകർ, നീ നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്തിരുന്ന ആളായിരുന്നില്ലേ? നീ നല്ലത് കൽപ്പിക്കുകയും ചീത്ത കാര്യങ്ങൾ വിലക്കുകയും ചെയ്തിരുന്ന ആളായിരുന്നില്ലേ? ഫയഖൂൽ ബലാ, അതെ ഞാൻ നന്മ കൽപ്പിക്കുകയും കുന്തു ആമുറു ബിൽ മഅറൂഫി വലാ ആതി, ഞാൻ നന്മ കൽപ്പിക്കുമായിരുന്നു, പക്ഷേ ഞാൻ ആ നന്മകൾ, ഞാൻ കൽപ്പിച്ചിരുന്ന നന്മകൾ അത് പ്രാവർത്തികമാക്കിയിരുന്നില്ല. വ അൻഹാ അനിൽ മുൻകരി വ ആതി, ഞാൻ തിന്മകൾ വിലക്കിയിരുന്നു, പക്ഷേ ആ തിന്മകളിൽ നിന്ന് ഞാൻ അകന്നു നിന്നിരുന്നില്ല. ഈ മനുഷ്യൻ പറയാൻ, ഈ മനുഷ്യന് നാളെ പരലോകത്ത് ലഭിക്കുന്ന ശിക്ഷയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു കഴുത ആട്ടുകല്ലിന് ചുറ്റും കറങ്ങുന്നത് പോലെ അയാളുടെ കുടൽമാലകൾ കൊണ്ട് ഇങ്ങനെ കറങ്ങുന്നതാണ്, അയാളുടെ കുടൽമാലകൾക്ക് ചുറ്റും അയാൾ ഇങ്ങനെ കറങ്ങുന്നതാണെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം സംയുക്തമായി നിവേദനം ചെയ്ത പ്രവാചക വചനമാണ്. സത്യത്തിൽ ഈ ഹദീസും അതിനു മുമ്പേ പറഞ്ഞ ആയത്തുകൾ അഥവാ വിശുദ്ധ ഖുർആൻ വചനങ്ങളുമെല്ലാം നമ്മുടെ കണ്ണും ഖൽബും തുറക്കേണ്ടതാണ്. സഹോദരങ്ങളെ, ഓരോരുത്തരുടെയും നിത്യജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ വാക്കും പ്രവൃത്തിയും എത്രമാത്രം അന്തരമുണ്ടെന്ന് സ്വയം ചിന്തിക്കുക. ഞാൻ എന്നെ കുറിച്ചും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ കുറിച്ചുമാണ് ചിന്തിക്കുന്നത്. നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് നമ്മൾ മറ്റുള്ളവരെ കുറിച്ചാണ്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ എവിടെയും എത്തിപ്പെടാൻ പലർക്കും സാധ്യമാവാതെ പോകുന്നത്. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് സ്വന്തത്തെ കുറിച്ചാണ്. അതുകൊണ്ടാണ് ഖതീബ് ഖുത്ബയുടെ ആരംഭം എന്നോണം ഞാൻ എന്നെയും നിങ്ങളെയും ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞത്. കാരണം നിങ്ങളെ മാത്രം ഉപദേശിച്ചാൽ പോരാ, മറിച്ച് എന്നെയും ഉപദേശിക്കാൻ ഖതീബ് ബാധ്യസ്ഥനാണ് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, സ്വയം വിചാരണ നടത്തണം, വിചിന്തനം നടത്തണം. കുടുംബജീവിതത്തിലായാലും സുഹൃത്തുക്കളുമായും സാമൂഹികമായും ഇടപഴകുമ്പോഴായാലും സ്വന്തം പ്രാവർത്തികമാക്കാത്ത എത്രയോ കാര്യങ്ങളാണ് ആളുകൾ മറ്റുള്ളവരോട് ഇങ്ങനെ എപ്പോഴും ഉപദേശമായും നിർദ്ദേശമായും നൽകുന്നത്. എന്ന് പറയുമ്പോൾ ഉപദേശിക്കണ്ട എന്നല്ല, ഉപദേശിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. ആ ദൗത്യം എങ്ങനെ നിർവഹിക്കണം? സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കി അത് നിർവഹിക്കണം. അതാണ് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്, അതാണ് പ്രവാചക വചനങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, രക്ഷിതാക്കളും അധ്യാപകരും കൂടുതൽ ശ്രദ്ധിക്കണം. നന്മയുടെ ഏറ്റവും നല്ല മാതൃകകളായി മാറാൻ സാധിക്കുക എന്നതാണ് പ്രധാനം. ഏത് മതക്കാരനായ അധ്യാപകനാണെങ്കിലും ഏത് വിഭാഗത്തിൽപ്പെട്ട ഗുരുനാഥന്മാരാണെങ്കിലും അവരിൽ നല്ല മാതൃകകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും സമൂഹം അവരെ എല്ലാ കാലത്തും ഏറെ ആദരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ മാതൃകയാവേണ്ടവർ പിഴച്ചുപോയാൽ രക്ഷയില്ല. കോഴിക്കോട് ജില്ലയിലെ 3 അധ്യാപികമാരെയാണ് ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യപ്പെട്ടത്. വനിതകളായ അധ്യാപികമാരാണല്ലോ അവർ, വനിതകളാണവർ. സഹോദരങ്ങളെ, അവരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. മംഗളൂരുവിലുള്ള ഒരു അടുത്ത സുഹൃത്ത് വഴിയാണ് ഈ അധ്യാപികമാർ ലഹരി ഉപയോഗിച്ച് തുടങ്ങിയത് എന്നാണ് വിവരം. പിന്നീട് MDMA കച്ചവടത്തിലെല്ലാം ശൃംഖലകളായിട്ട് ഈ അധ്യാപികമാര് മാറി എന്ന് പറയുമ്പോ അത് എത്രമാത്രം നാണക്കേടുളവാക്കുന്ന കാര്യമാണ്. ജോലി സ്ഥലത്ത് നിന്ന് കുറഞ്ഞ ശമ്പളം മാത്രം ലഭിക്കുന്ന ഈ കരാർ അധ്യാപകരാണ് അവരെന്നും മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. പക്ഷേ അവർ ആഡംബര ജീവിതം നയിക്കുന്നതായും പോലീസ് വെളിപ്പെടുത്തി. സഹോദരങ്ങളെ, പണത്തോടുള്ള ആർത്തിക്കിടയിൽ യഥാർത്ഥത്തിൽ വേലി തന്നെ വിളതിന്നുകയാണ്. വേലി തന്നെ വിളതിന്നുക എന്നൊരു പ്രയോഗമുണ്ട്. യഥാർത്ഥത്തിൽ സമൂഹത്തെ സംസ്കരിക്കുകയും സമൂഹത്തെ സംരക്ഷിക്കുകയും ചെയ്യേണ്ടുന്നവർ, ഇതുപോലെ തിന്മകളിൽ നിന്ന് യുവാക്കളെയും തലമുറകളെയും രക്ഷിക്കേണ്ടുന്നവരാണ് അധ്യാപിക സമൂഹം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ വേലി തന്നെ വിളതിന്നുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. കാരണം അവർ അധ്യാപകരാണെന്ന മഹത്തായ ഉത്തരവാദിത്തം അവരുടെ ആർത്തി കൊണ്ടവർ വിസ്മരിച്ചു പോയി എന്നുള്ളതാണ്. ഇവർ അധ്യാപക സമൂഹത്തിന് തന്നെ നാണക്കേടാണ്. സ്വയം മാതൃകയാവാൻ കഴിയാത്തവർ അധ്യാപനമാവുന്ന ഉത്തരവാദിത്തത്തിലേക്ക് കടന്നു വരരുത് എന്ന് കൂടിയാണ് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത്. സ്വാമി നിത്യചൈതന്യേതി എന്ന് പറയുന്ന വലിയൊരു സന്യാസി വര്യനുണ്ടായിരുന്നു. അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്: നിന്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥി നിന്റെ കുട്ടിയല്ലെന്ന് എപ്പോഴാണ് നിനക്ക് തോന്നുന്നത് അപ്പോൾ നീ വിദ്യാലയത്തിന്റെ പടിയിറങ്ങണം. നിന്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥി നിന്റെ കുട്ടിയല്ലെന്ന്, നിന്റെ മകൻ
എന്ന് പറഞ്ഞാൽ നിന്റെ സ്വന്തം രക്തത്തിൽ പിറന്ന മകനല്ലെങ്കിലും രക്തത്തിൽ പിറന്ന മകനെ പോലെ അവനെ നിനക്ക് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ അന്ന് നീ വിദ്യാലയത്തിന്റെ പടിയിറങ്ങണം എന്ന് പഠിപ്പിച്ച വലിയൊരു സന്യാസി വര്യനാണ് അദ്ദേഹം. സഹോദരങ്ങളെ, സ്വജീവിതം കൊണ്ട് മാതൃകയാവലാണ് അധ്യാപനത്തിന്റെ ഒന്നാമത്തെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. മുതവക്കിലുൽ ലൈസി എന്ന് പറയുന്ന ഒരു അമവി കവിയുണ്ട്, അറബി കവി. അദ്ദേഹം ചോദിക്കുകയാണ്, അദ്ദേഹം പാടുകയാണ്, യാ അയ്യുഹർ റജുലുൽ മുഅല്ലിമു ഗൈറഹു ഹല്ലാ ലിനഫ്സിക കാന ദത്തഅലീമു. മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന മനുഷ്യ, ആ അധ്യാപനം നിനക്ക് സ്വന്തം ജീവിതത്തിൽ എന്തുകൊണ്ട് പ്രാവർത്തികമാക്കിക്കൂടാ? ആളുകൾക്ക് അവരുടെ ക്ഷീണത്തിനും രോഗത്തിനുമെല്ലാം നീ മരുന്ന് നിർദ്ദേശിച്ചു കൊടുക്കുന്നു. അധ്യാപകർ, രക്ഷകർത്താക്കൾ, അതുപോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. എല്ലാവരോടുമാണ് മുത്തവക്കിലുൽ ലൈസി ചോദിക്കുന്നത്. മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന, ഉപദേശിക്കുന്ന മനുഷ്യ, ആ ഉപദേശം നിനക്ക് സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൂടെ? ക്ഷീണത്തിനും രോഗത്തിനുമെല്ലാം നീ മരുന്ന് നിർദ്ദേശിക്കുന്നു. അതുകൊണ്ട് ആളുകൾ ആരോഗ്യം നേടാൻ വേണ്ടിയാണ്, പക്ഷേ നീയാണെങ്കിലോ രോഗിയാണ്. അതുകൊണ്ട് നീ നിന്റെ സ്വന്തം ശരീരം കൊണ്ടാണ് തുടങ്ങേണ്ടത്. നിന്റെ സ്വന്തം ശരീരത്തെ വഴികേടുകളിൽ നിന്ന് സംരക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. വഴികേടുകളിൽ നിന്ന് നിന്റെ സ്വന്തം ശരീരം രക്ഷിച്ചാൽ, അതല്ലെങ്കിൽ രക്ഷപ്പെട്ടാൽ, അവിടെയാണ് നീ വലിയ അധ്യാപകനായി, നീ വലിയ ജ്ഞാനിയായിട്ട് മാറുന്നത്. അവിടെ നീ പറയുന്നത് ആളുകൾ സ്വീകരിക്കും, ആളുകൾ നിന്നിൽ നിന്ന് മാർഗദർശനം ഉൾക്കൊള്ളും. നിന്റെ വാക്കുകൾ കൊണ്ട് ആളുകൾ മാർഗദർശനം ഉൾക്കൊള്ളും. നീ സ്വജീവിതത്തിൽ ആ വാക്കുകൾ പ്രാവർത്തികമാക്കിയാൽ നിന്റെ വിദ്യാഭ്യാസം, നിന്റെ പഠിപ്പിക്കൽ പ്രയോജനപ്പെടുകയും ചെയ്യും. അതിനാൽ മനുഷ്യ, ലാ തൻഹ അൻ ഖുലുഖിൻ വതഅതിയ മിസ്ലഹു ആറുൻ അലൈക ഇദാ ഫഅൽത അളീമു. ചില ദുശ്ശീലങ്ങൾ ആളുകളിൽ നിന്ന് വിലക്കുകയും അതേ ദുശ്ശീലങ്ങൾ തന്നെ നീ പ്രവർത്തിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാവരുത്. അങ്ങനെയായാൽ ആറുൻ അലൈക ഇദാ ഫഅൽത അളീമു, അങ്ങനെ നീ ചെയ്താൽ അത് വലിയ അപമാനമാണ്. സഹോദരങ്ങളെ, ഇത് അധ്യാപകർക്ക് ബാധകമാണ്. എന്നാൽ അധ്യാപകർക്ക് മാത്രം ബാധകമായ കാര്യമല്ല. പറഞ്ഞതുപോലെ രക്ഷിതാക്കൾക്കും മതപണ്ഡിതന്മാർക്കും ഉപദേശികളായ മുഴുവൻ ആളുകൾക്കും ബാധകമാണ്. സന്താനങ്ങൾക്കും കുടുംബത്തിനും സമൂഹത്തിനും മാതൃകയാവേണ്ടുന്ന ജീവിതമാണ് രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക്, കുടുംബാംഗങ്ങൾ എന്ന നിലയ്ക്ക് നമ്മളെല്ലാവരും, കുടുംബനാഥന്മാർ എന്ന നിലയ്ക്ക് നമ്മളെല്ലാവരും പ്രാവർത്തികമാക്കേണ്ടത്. പ്രാവർത്തികമാക്കുന്നില്ല എങ്കിൽ മാറ്റങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവില്ല. രക്ഷിതാക്കളോട് പറഞ്ഞു, മുറു ഔലാദക്കും ബിസ്വലാത്തി ഇദാ ബലഗു സബ്അ സിനീൻ വദ്രിബൂഹും അലൈഹാ ഇദാ ബലഗു അശ്റ സിനീൻ. നിങ്ങൾ നിങ്ങളുടെ മക്കളോട് നിസ്കരിക്കാൻ പറയണം. അവർ 7 വയസ്സായാൽ അവരോട് നിങ്ങൾ നിസ്കരിക്കാൻ പറയണം. വദ്രിബൂഹും അലൈഹാ ഇദാ ബലഗു അശ്റ സിനീൻ. 10 വയസ്സായി കഴിഞ്ഞിട്ടും നമസ്കരിക്കുന്നില്ല എങ്കിൽ അവരെ ചെറിയ രീതിയിലെങ്കിലും നിങ്ങൾക്ക് ശിക്ഷിക്കാവുന്നതാണ്. സഹോദരങ്ങളെ, എന്നാൽ നമസ്കരിക്കാത്ത ഒരാളുടെ മകൻ എത്ര നമസ്കാരത്തെ സംബന്ധിച്ച് പഠിച്ചാലും, ഇനി ഒരു വേള അയാളുടെ രക്ഷിതാക്കൾ നിരന്തരമായിട്ട് നിസ്കരിക്കണം നിസ്കരിക്കണം എന്ന കുഞ്ഞിനോട് പറഞ്ഞാലും അയാൾ നിസ്കരിച്ചു കൊള്ളണമെന്നില്ല. ആ മക്കളിൽ നമസ്കാരമാവുന്ന ശീലം വളർത്തിയെടുക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. കാരണം അവർ കാണുന്ന പാഠശാല എന്ന് പറയുന്നത് അവരുടെ മാതാവിന്റെ പാഠശാലയാണ്. ആ പാഠശാലയിൽ അവർക്ക് നമസ്കാരം കാണാൻ സാധിക്കുന്നില്ല. അവരുടെ പിതാവിന്റെ പാഠശാലയിൽ അവർക്ക് നമസ്കാരം കാണാൻ സാധിക്കുന്നില്ല. അല്ലുമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹാ അഅദത്ത ശഅബൻ ത്വയ്യിബൽ അറാഖി എന്ന് കവി പറയുന്നുണ്ടല്ലോ. മാതാപിതാക്കൾ എന്ന് പറയുന്ന പാഠശാലയാണ്. അവിടെ സൽഗുണങ്ങളില്ല എങ്കിൽ തീർച്ചയായിട്ടും അവരിൽ നിന്ന് കുട്ടികൾ പഠിക്കില്ല എന്നുള്ളതാണ്. ആ കുട്ടികൾ മാതൃകാ ജീവിതം നയിക്കില്ല എന്നുള്ളതാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കേണ്ടുന്ന ആളുകളാണ് നമ്മൾ. പക്ഷെ ഉപദേശിക്കുമ്പോഴും നമ്മുടെ കുടുംബത്തിൽ രക്ഷിതാക്കൾ, അതല്ലെങ്കിൽ മാതാപിതാക്കൾ, ഭാര്യയും ഭർത്താവും, ദമ്പതിമാർ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കുന്നതായിട്ടാണ് സഹോദരങ്ങളെ
മക്കള് കാണുന്നത് എങ്കിൽ അങ്ങനെയുള്ള കുടുംബത്തിൽ വളരുന്ന കുഞ്ഞുങ്ങൾ അവർ സൽസ്വഭാവികളായിട്ട് മാറുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഇതൊക്കെ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് കുടുംബം നന്നാവണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നല്ല മാതൃകകൾ ഉണ്ടാവണം, സമൂഹത്തിൽ നല്ല മാതൃകകൾ ഉണ്ടാവണം. മാതൃകകൾ ക്രമേണ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ അധ്യാപകരുടെ വ്യതിയാനം, അതല്ലെങ്കിൽ ഈ അധ്യാപികമാരടക്കം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന വളരെ മോശം പ്രവണത അവരിലടക്കം രൂപപ്പെട്ടു എന്ന് വരുമ്പോ എല്ലാ അധ്യാപികമാരെയും മോശമായി കാണണ്ട സഹോദരങ്ങളെ. എത്രയോ മാതൃകാ അധ്യാപകർ ഇന്നുമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ മാതൃകകൾ അത് അധ്യാപന മേഖലയിൽ എന്നല്ല, ഓരോ മേഖലയിലും ക്രമേണ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, അതിന്റെ നിലവാരം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആളുകൾക്ക് അനുകരിക്കാൻ കഴിയുന്ന മാതൃകയായി മാറൂ എന്നാണ് സഹോദരങ്ങളെ. മാതൃകയായി മാറുക എന്നതാണ് പ്രസക്തമായ കാര്യം. എല്ലാ മേഖലയിലും പ്രഭാഷകരെയല്ല, ജീവിതം കൊണ്ട് പെരുമാറ്റം കൊണ്ട് മാതൃകയാവാൻ സാധിക്കുന്നവരെയാണ് കാലം തേടുന്നത്. അത്തരക്കാരായി വളരാൻ നാഥൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ രംഗത്തും മാതൃക നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ. ദീനിന്റെ പ്രബോധനവും പ്രചരണവും നിർവഹിക്കുക എന്നതാണ് പണ്ഡിതന്മാരുടെ ദൗത്യം എന്ന് പറയുന്നത്. അവിടെയടക്കം മാതൃകകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പ്രവാചകന്മാരുടെ അനന്തരഗാമികളാണ് പണ്ഡിതന്മാർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പറഞ്ഞത്, അൽ ഉലമാഉ വറഹത്തുൽ അംബിയാ. പണ്ഡിതന്മാർ എന്ന് പറയുന്നത് പ്രവാചകന്മാരുടെ അനന്തരഗാമികളാണ്. എന്നാൽ നിസ്വാർത്ഥമായ ദീനീ പ്രചരണത്തിന് പകരം മന്ത്രവാദവും ചൂഷണവും നടത്തി ദർഗകളും കൊടിമരങ്ങളും സ്ഥാപിച്ച് ചൂഷണത്തിന്റെ ആത്മീയ മജ്ലിസുകൾ, നല്ല ആത്മീയ മജ്ലിസുകൾ വേണ്ടെന്നല്ല പറഞ്ഞത്, പക്ഷേ ചൂഷണത്തിൻ്റെതായ ആത്മീയ മജ്ലിസുകൾ സ്ഥാപിച്ചുകൊണ്ട് സാധാരണക്കാരെ ചൂഷണം ചെയ്തുകൊണ്ട് ചില പണ്ഡിത വേഷധാരികൾ അതപ്പതിക്കുന്ന ചിത്രങ്ങളാണ് നമ്മൾ കാണുന്നത്. മടവൂർ ശൈഖിനെ ചിലർ പടച്ചോനായിട്ട് പരസ്യമായിട്ട് പ്രഖ്യാപിച്ച് പാടിയും പറഞ്ഞും കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ശൈഖിനോടുള്ള സ്നേഹമല്ല, ഔലിയാക്കളോടുള്ള സ്നേഹമല്ല ഇതിന്റെ പ്രചോദനം എന്ന് പറയുന്നത്. എല്ലാറ്റിന്റെ പിന്നിലും സാമ്പത്തിക മോഹമാണ്. അതാണ് അല്ലാഹു പറഞ്ഞത്, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ. നിശ്ചയം പണ്ഡിത പുരോഹിതന്മാരിൽ നിന്നും ധാരാളം ആളുകൾ മനുഷ്യന്റെ ധനം അന്യായമായിട്ട് തിന്നുന്നവരാണ്. ഈ ദുന്നവി പണ്ഡിതന്മാരെയല്ല, അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്ന ഉഖ്റവി പണ്ഡിതന്മാരെയാണ്, പരലോക ചിന്തയുള്ള പണ്ഡിതന്മാരെയാണ് കാലഘട്ടം തേടുന്നത്. സഹോദരങ്ങളെ, അത്തരക്കാരെ അള്ളാഹു നമുക്ക് സമ്മാനിക്കുമാറാവട്ടെ. അവരുടെ പിന്നിൽ അണിനിരക്കാൻ, ആ യഥാർത്ഥ ഉഖ്റവി പണ്ഡിതന്മാർക്ക് പിന്നിൽ അണിനിരക്കാൻ അള്ളാഹു ഈ ഉമ്മത്തിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ പറയേണ്ടത് രാഷ്ട്രീയക്കാരുടെ കാര്യമാണ്. രാഷ്ട്രീയക്കാര് പണ്ടേ അങ്ങനെയാണ്, ഒന്ന് പറയും വേറൊന്ന് പ്രാവർത്തികമാക്കും. ആദ്യം PM ശ്രീ അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞു. അധികാരത്തിലെത്തിയപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമ്മളെല്ലാവരും കാണുന്നു. വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളും മാത്രമല്ല, പ്രാവർത്തികമാക്കാൻ കഴിയുന്ന പ്രായോഗിക നിലപാടുകളാണ്, പ്രാവർത്തികമാക്കുന്ന പ്രായോഗിക നിലപാടുകളാണ് പ്രധാനം എന്നുള്ളതാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ. അതുകൊണ്ട് ജീവിതം കൊണ്ട് പ്രാവർത്തികമാക്കുക, നിലപാടുകൾ കൊണ്ട് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. മഹാനായ പ്രവാചകൻ ശുഐബ് നബി അലൈഹിസ്സലാമയുടെ വർത്തമാനങ്ങൾ വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ ജനതയോട് പറയാണ്, വമാ ഉരീദു അൻ നുഖാലിഫകും ഇലാ മാ അൻഹാകും അൻഹു. ഏത് കാര്യത്തിൽ നിന്നാണോ ഞാൻ നിങ്ങളെ വിലക്കുന്നത് അതേ കാര്യം ചെയ്യുന്നവനായി ഞാൻ ഉണ്ടാവില്ല. നിങ്ങളെ വിലക്കുന്ന കാര്യം തന്നെ പ്രവർത്തിക്കുന്നവനല്ല ഞാൻ. അങ്ങനെ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുമായി എതിരായിക്കൊണ്ട് ഞാൻ നിങ്ങളോട് വിരോധിക്കുന്ന കാര്യങ്ങൾ സ്വയം പ്രവർത്തിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതൊരു പ്രവാചകന്റെ മാത്രം വാക്കല്ല, ഇത് മുഴുവൻ പ്രവാചകന്മാരുടെയും നിലപാടാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, വാക്കും പ്രവൃത്തിയും ഒന്നായി, ജീവിതം കൊണ്ട് മാതൃകയായി തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കുന്ന ഇച്ഛാശക്തിയുള്ളവർക്ക് മാത്രമേ ആധുനിക ജാഹിലിയത്തിന്റെ അക്രമങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, കഴിഞ്ഞ ആഴ്ച നാം സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്തിന്റെ വ്യവസ്ഥിതിയുടെ തകരാറുകൾക്കെതിരെ യുവത നടത്തിയ വലിയ മുന്നേറ്റം വിജയത്തിലെത്തിയ സന്ദർഭത്തിലാണ് നാം ഉള്ളത്. പക്ഷേ ആ മുന്നേറ്റത്തോട് സഹകരിച്ച പലരെയും ഇന്ന് ഭരണകൂടം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. സമരക്കാർക്ക് ആദ്യ ദിനം മുതൽ തന്നെ ഭക്ഷണവും വെള്ളവും എത്തിച്ചു കൊടുത്തിരുന്ന UP സ്വദേശിയായിട്ടുള്ള ജുനൈദിനെയും കുടുംബത്തെയും രാജ്യദ്രോഹിയായിട്ട് ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളും
അവർക്കെതിരെ കേസെടുക്കലുമെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസരം ലഭിച്ചിരുന്നുവെങ്കിൽ സമരക്കാരെ വെടിവെച്ച് കൊല്ലുമായിരുന്നുവെന്നാണ് വിദ്വേഷ പ്രചാരകനായ ഒരു നിരീക്ഷകൻ പറഞ്ഞത്. സഹോദരങ്ങളെ, സമരം ചെയ്ത സ്ത്രീകൾക്കെതിരെയും അങ്ങേയറ്റം വിദ്വേഷമുളവാക്കുന്ന പ്രസ്താവനകൾ അദ്ദേഹം നടത്തി. സമരം ചെയ്ത സ്ത്രീകൾക്കും വിദ്യാർത്ഥിനികൾക്കുമെതിരെ സ്ത്രീ വിരുദ്ധവും അങ്ങേയറ്റം മറപ്പുളവാക്കുന്നതുമായ ഒരു പ്രസ്താവനയും ഈ നിരീക്ഷകൻ നടത്തിയതായിട്ട് നമ്മളെല്ലാവരും കേട്ടു. ഇത്തരം വിദ്വേഷ പ്രസ്താവനകൾക്കെതിരെ സംസ്ഥാന ഭരണകൂടത്തിന്റെ എങ്കിലും ഭാഗത്ത് നിന്ന് ശക്തമായ നടപടികൾ ഉണ്ടാവണം എന്ന് തന്നെയാണ് നിഷ്പക്ഷമതികളായ നീതിബോധമുള്ള മുഴുവൻ ആളുകളും ആഗ്രഹിക്കുന്നത്. എന്നാൽ ഏത് സാഹചര്യത്തിലും ക്ഷമയും ആത്മസംയമനവും കൈവിടാതെ ഈമാനികമായ കരുത്തോടുകൂടി മുന്നോട്ട് പോവാനാണ് ഇസ്ലാമിക സമൂഹത്തിന് സാധ്യമാവേണ്ടത്. നിലപാടുള്ളവർ പതറിപ്പോവുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ സവിസ്തരം നമ്മോട് പറയുന്നത്. അല്ലാഹു പറയാണ്, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയാ വൽ ആഖിറ വയുളില്ലുല്ലാഹു അൽളിമീൻ. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ, സത്യവിശ്വാസികളായ ആളുകളെ അല്ലാഹു ഉറപ്പിച്ചു നിർത്തുന്നതാണ്. ബിൽ ഖൗലി സാബിതി, അവരുടെ ഉറച്ച വാക്കുകൾ കൊണ്ടും അടിയുറച്ച നിലപാടുകൾ കൊണ്ടും സത്യമാർഗത്തിൽ സത്യവിശ്വാസികൾ അല്ലാഹു ഉറപ്പിച്ചു നിർത്തുന്നതാണ്. ഫിൽ ഹയാത്തി ദുനിയാ വൽ ആഖിറ, ഐഹിക ജീവിതത്തിലും പാരത്രിക ജീവിതത്തിലും ഉറച്ച വാക്കുകൾ കൊണ്ടും ഉറച്ച നിലപാടുകൾ കൊണ്ടും സത്യവിശ്വാസികളെ സത്യമാർഗത്തിൽ അല്ലാഹു ഉറപ്പിച്ചു നിർത്തുന്നതാണ്. വയുളില്ലുല്ലാഹു അൽളിമീൻ, അക്രമികളായ ആളുകളെ അല്ലാഹു തആല അവരുടെ കാലുകൾ കിടറലുണ്ടാക്കുന്നതാണ്, അവരെ വഴിതെറ്റിക്കുന്നതാണ്. സത്യവിശ്വാസികളെ ഇഹലോകത്ത് അവരുടെ നിലപാടുകൾ കൊണ്ട് ഉച്ചയിസ്തരം അവരെ പ്രഖ്യാപിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന നിലപാടുകൾ കൊണ്ട് അവരെ ഉറപ്പിച്ചു നിർത്തും. ഇഹലോകത്ത് മാത്രമല്ല പരലോകത്തും മരണാനന്തര ജീവിതത്തിലും അവരെ ഉറപ്പിച്ചു നിർത്തും. മരണാനന്തര ജീവിതത്തിൽ വിചാരണയുടെ സന്ദർഭത്തിലും അല്ലാഹു അല്ലാതെ ഇലാഹില്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനാണെന്നും സത്യവിശ്വാസികൾ സാക്ഷ്യപ്പെടുത്തുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുമെന്ന് ഈ വചനത്തിന്റെ വിശദീകരണത്തിൽ മഹാന്മാരായ വ്യാഖ്യാതാക്കൾ പറയാണ്. ഈ ലോകത്തെ അവരുടെ ഖൗലു സാബിത്ത്, അടിയുറച്ച വാക്കും നിലപാടും അവരെ പ്രഖ്യാപിക്കുന്നത് പോലെ പരലോകത്തും സത്യവിശ്വാസികൾ അവരുടെ ഖൗലു സാബിത്ത്, അടിയുറച്ച വാക്കും നിലപാടും അല്ലാഹു അല്ലാതെ ഇലാഹില്ലെന്നും മുഹമ്മദ് നബി അല്ലാഹുവിന്റെ ദൂതനാണെന്നുമുള്ള ആ നിലപാടും പരലോകത്ത് മരണാനന്തര ജീവിതത്തിലും വിചാരണയുടെ സന്ദർഭത്തിലും പ്രഖ്യാപിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. സഹോദരങ്ങളെ, അത്തരത്തിലുള്ള യഥാർത്ഥ മുഅ്മിനീങ്ങളിലും മുത്തഖീങ്ങളിലും അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാക്കും പ്രവൃത്തിയും ചേർന്ന് നിൽക്കുന്ന നിലപാടുള്ളവരാക്കി അല്ലാഹു തആല നമ്മെ എല്ലാവരെയും പരിവർത്തിപ്പിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاة والسلام على الرسول الأمين محمد وعلى آله وصحبه أجمعين. أيها الناس، أوصيكم وإياي ثانيا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എല്ലാവരോടുമായി രണ്ടാമതായും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം
നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവന്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തികളും അള്ളാഹുവിന്റെ പ്രീതിയിലും പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധു മിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം അള്ളാഹു വിശാലമാക്കി തരുമാറാവട്ടെ, വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി തരുമാറാവട്ടെ, വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ അർശിന്റെ രാജസിംഹാസനത്തിന്റെ നിഴൽ നേടിയെടുക്കുന്നവരിൽ നമ്മയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി അവരുടെ ബന്ധുക്കളായ ആളുകൾ ധാരാളം പേർ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരും അല്ലാത്തവരുമായ ആളുകൾ, ബന്ധുക്കളാൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യപ്പെട്ടവരും അല്ലാത്തവരുമായ മുഴുവൻ മരണപ്പെട്ടു പോയ ആളുകൾക്കും അല്ലാഹു അവരുടെ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി അല്ലാഹു ശാശ്വതമായ ഫിർദൗസി ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉലമായുടെ ഭാഗമാവുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരിലും സിറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരിലും അല്ലാഹു നമ്മെ എല്ലാവരെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഭാര്യ സന്താനങ്ങളിൽ അല്ലാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ, നമ്മുടെ സന്താനങ്ങളെ സ്വാലിഹീങ്ങളും മുത്തഖീങ്ങളുമാക്കി മാറ്റുമാറാവട്ടെ. തഖ്വയും ഈമാനുമുള്ള ജീവിതം അല്ലാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതോടൊപ്പം തന്നെ അല്ലാഹു നമ്മുടെ മക്കൾക്ക് ഉയർന്ന വിദ്യാഭ്യാസവും ഉന്നതമായ ജീവിത സാഹചര്യങ്ങളും സജ്ജമാക്കി കൊടുക്കുമാറാവട്ടെ. എല്ലാത്തരം വഴികേടുകളിൽ നിന്നും അല്ലാഹു തആല നമ്മുടെ യുവതയെ പൂർണ്ണമായും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നിലപാടുള്ള, ധാർമ്മിക ബോധമുള്ള, വാക്കും പ്രവൃത്തിയും ചേർന്ന് നിൽക്കുന്ന മക്കളാക്കി അല്ലാഹു തആല നമ്മുടെ ഓരോരുത്തരുടെയും മക്കളെ പരിവർത്തിപ്പിക്കുമാറാവട്ടെ. അല്ലാഹുവിനെ ഭയപ്പെടുന്നവരും മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരും മാതാപിതാക്കളോടുള്ള കടപ്പാടുകൾ പൂർത്തീകരിക്കുന്നവരുമാക്കി അല്ലാഹു നമ്മുടെ മക്കളെ മാറ്റുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ മുതിർന്ന പൗരന്മാർ, നമ്മുടെ മാതാപിതാക്കൾ, അവർക്ക് ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി അല്ലാഹു പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പര സ്നേഹം ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ദൗർഭാഗ്യകരമായ ത്വലാഖ്, ഫസ്ഖുകളിൽ നിന്ന് അല്ലാഹു എല്ലാ കുടുംബങ്ങളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൃഷിയിൽ, കച്ചവടത്തിൽ, ഉദ്യോഗ വരുമാന മാർഗങ്ങളിൽ അല്ലാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും, അതുപോലെ കടങ്ങളിൽ നിന്നും, സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൃഷിയിൽ, കച്ചവടത്തിൽ, ഉദ്യോഗ വരുമാന മാർഗങ്ങളിലെല്ലാം അല്ലാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു തആല ഇന്നലകളെക്കാൾ നല്ല ഇന്ന് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ ഇന്നത്തെക്കാൾ നല്ല നാളുകൾ പടച്ചവൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. പടച്ചവനെ അല്ലാഹ്, കോടാനകോടി ദാസന്മാർ നിന്നോട് പ്രാർത്ഥിക്കുന്നുണ്ട്, നിന്നോട് ചോദിക്കുന്നുണ്ട്. പടച്ചവനെ, ഞങ്ങൾക്ക് ചോദിക്കാനായി റബ്ബായി നാഥനായി നീ മാത്രമേ ഉള്ളൂ. ഉടയതമ്പുരാനായി പടച്ചവനെ, ഞങ്ങൾക്ക് നീ മാത്രമേ ഉള്ളൂ. നാഥ പടച്ചവനെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനോഗരങ്ങളിലുള്ള എല്ലാ സദുദ്ദേശങ്ങളും അറിയുന്നവൻ നീ മാത്രമാണ് റബ്ബേ. പടച്ചവനെ, അത് ഞങ്ങൾക്ക് പൂർത്തീകരിച്ച് തരയണമേ റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ, ഇറാനിൽ, ഫലസ്തീനിൽ നിന്ന് മാത്രമല്ല ലോകത്തുടനീളമുള്ള മർദ്ദിത ജനവിഭാഗങ്ങളെ, മർദ്ദകർക്കെതിരിൽ പടച്ചവനെ നീ സഹായിക്കണമേ റബ്ബേ. നവഫാസിസത്തെയും സാമ്രാജ്യത്വത്തെയും സൈനിസത്തെയും അവരൊരുക്കി വെക്കുന്ന എല്ലാ അജണ്ടകളെയും നീ പരാജയപ്പെടുത്തണമേ റബ്ബേ. ഖുദ്സിന്റെ സമ്പൂർണമായ മോചനം അല്ലാഹുവേ, അത് യഥാർത്ഥമായ അവസ്ഥയിൽ മരണപ്പെടാൻ കണ്ണടക്കാനുള്ള തൗഫീക്ക് നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. അല്ലാഹ്, ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണമേ റബ്ബേ. അല്ലാഹുമ്മ റബ്ബ അന്നബി ബക്കർ വഉമർ വഉസ്മാൻ വഅലി വഅൻ ബഖിയത്തി സ്വഹാബത്തി വസ്സഹാബിയത്തി കുല്ലിഹിം അജ്മഈൻ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ ലാ തുഅസ്സിബ്നാ ബിൻ നാർ വലാ തജ്അൽനാ മിൻ ഹതബിൻ നാർ ഇന്നഹാ ബിഅസദ് ദാർ വബിഅസൽ മസ്വാ വബിഅസൽ ഖറാർ. അല്ലാഹുമ്മ ലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക അൻത റഊഫുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന
വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.